118:14 യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, സാഹചര്യം നിന്നെ മടുപ്പിക്കുന്നു. പക്ഷെ ഇന്ന് പകൽ ദൂതൻ അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ദൂത് പറഞ്ഞ പോലെ ദൈവം നിന്നോട് ദൂത് പറയുക, ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ? ഇതേ കാര്യം ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, ഇല്ലേലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ ഇസ്മായേലിനെ ഇങ്ങ് തന്നാ മതി ജീസസ്, ഞാൻ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ ദൈവം പറഞ്ഞു, അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അഡ്ജസ്റ്റ് ഒന്നും ചെയ്യണ്ട. നീ കുറെ നാളുകൊണ്ട് എൻ്റെ നാമം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നീ അഡ്ജസ്റ്റ് ഒന്നും ചെയ്യണ്ട. എനിക്ക് നിന്റെ വീടിനകത്ത് തന്നെ ചെയ്യണം. നിന്റെ ഫാമിലിയിൽ തന്നെ ചെയ്യണം. നിന്റെ കുടുംബജീവിതത്തിൽ തന്നെ ചെയ്യണം. ചിലർക്ക് ചിലത് ചെയ്താലേ പറ്റുമെന്ന് നിർബന്ധമുള്ളവരുണ്ട്. അബ്രഹാം ആ നിർബന്ധക്കാരനല്ല. ഇല്ലേലും കുഴപ്പമില്ല, ഇത്രയും നാൾ നടന്നില്ലല്ലോ, മനസ്സുകൊണ്ടൊക്കെ ഞാൻ അങ്ങ് അഡ്ജസ്റ്റായി, ഇവനായാലും മതി. ദൈവം പറയാം, അല്ല, നീ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. എനിക്ക് നിന്റെ വീട്ടിൽ അത് ചെയ്യണം, നിന്റെ ഫാമിലിയിൽ അത് ചെയ്യണം. നിന്നെ നിന്ദിക്കുന്ന ചില ജാതീയ ശക്തികൾ, നിന്നെ അപമാനിച്ച ചില വെല്ലുവിളിയുടെ നടുവിൽ എനിക്കത് ചെയ്യണം. പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുന്നു, ദൈവാത്മാവ് ബന്ധപ്പെടുന്നു, പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുന്നു. നിന്റെ വീട്ടിൽ അത് ചെയ്യണം. അബ്രഹാമിന്റെ വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ അബ്രഹാമിനാണോ ധൃതി, ദൈവത്തിനാണോ ധൃതി? അബ്രഹാമിനല്ല നിർബന്ധം. ആർക്കാ നിർബന്ധം? ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കും. നിന്റെ വീടിനെ ഇങ്ങനെ വിടാൻ ദൈവം തീരുമാനിച്ചിട്ടില്ല. നിന്റെ ഫാമിലി ലൈഫിനെ ഇങ്ങനെ വിടാൻ ദൈവം തീരുമാനിച്ചിട്ടില്ല. നിന്ന സഹിച്ചത് മതി, അപമാനം കേട്ടത് മതി, സ്വപ്നം കണ്ടു കൊതിച്ചത് മതി. ഇനി അത് നിറവേറാൻ പോവാ. ചിലര് ചോദിക്കും, എങ്ങനെ നടക്കാനായത്? ഉത്തരം, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അടുത്തിരിക്കുന്ന അകൊന്ന് കൈ കൊടുത്തേച്ചു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നീ എഴുതിക്കൊണ്ട് വന്ന് പുറകിൽ കൊടുത്ത പ്രാർത്ഥനാ വിഷയത്തെ നോക്കി ദൈവം ചോദിക്കുക, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നിന്റെ കുടുംബ ചരിത്രം തിരുത്താൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. എന്തു നീ കൊതിച്ചോ, എന്തു നീ ആഗ്രഹിച്ചോ, എന്തു നീ പ്രാർത്ഥിച്ചോ, എന്തു നീ കൊതിച്ചോ, അത് നിന്റെ വീട്ടിൽ ദൂതന്മാരെ ഇറക്കി. ഇവിടെ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ദൂതന്മാരിറങ്ങട്ടെ. ഇവിടെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ദൂതന്മാരിറങ്ങി. അബ്രഹാം പറയുക, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാ. ദൈവം പറയുക, ഞാൻ തയ്യാറല്ല. ദൂതൻ ചോദിക്കുക, ദൈവത്തിന് കഴിയാത്ത ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അടുത്ത 365 ദിവസം കഴിയുമ്പോൾ നിന്റെ അടുക്കൽ ഇതുപോലെ ഞാൻ വരും. സാറായിക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തു. അന്ന് വാഗ്ദത്തം നിന്റെ കയ്യിൽ കാണും. ഗ്ലോറി ടു ഗോഡ്. നിനക്ക് നിർബന്ധമില്ല, പക്ഷേ ദൈവത്തിന് നിർബന്ധമാണ്. എന്തിനാ? നിന്റെ വീട്ടിൽ അത് ചെയ്യാൻ, നിന്റെ ലൈഫിൽ അത് ചെയ്യാൻ, നിന്റെ കുടുംബത്തിൽ അത് ചെയ്യാൻ, നിന്റെ തലമുറയിൽ അത് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് നിർബന്ധമാണ്.
ഇരമ്യ പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇരമ്യ പ്രവചനത്തിലുണ്ട്. 32-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ആമി, നമുക്ക് ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഇരമ്യ പറയാ, ഞാൻ ആരാന്നറിയാമോ? സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഇരമ്യാവിന്റെ കടമെടുത്ത് ദൈവം പ്രവചിക്കുക. ഞാൻ ആരാന്നറിയാമോ? സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. അടുത്ത കേട്ടോ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കഴിയാത്ത വല്ല കാര്യവും. ദൂതൻ ചോദിക്കുക, ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ? ഇരമ്യാവ് ആത്മാവിൽ ചോദിക്കുക, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും. നീ മാറ്റിയിട്ട കേസ് വരെ തമ്പുരാൻ എടുക്കാൻ പോവാ. പ്രാർത്ഥിച്ച് തള്ളിയ സബ്ജക്റ്റ് തമ്പുരാൻ പൊക്കിക്കൊണ്ട് വരാൻ പോവാ. കാരണം നിന്റെ വീട് അത്ഭുതത്തിന് സാക്ഷിയാ. യേശുവിനെ അറിയേണ്ട പോലെ അറിയാത്തൊരപ്പൻ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറയാ, യേശുവേ, എൻ്റെ മകനെ ചന്ദ്രരോഗം പിടിച്ചിരിക്കുക. നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ അവനെ ഞാൻ കൊണ്ടുവന്നു. അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. കർത്താവേ, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ, മർക്കോസ് 9:22 നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞു ഞങ്ങളെ സഹായിക്കണമേ. വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് ഒരു പടി കയറി പഠിക്കാം. നിന്നാൽ കഴിയുമെന്നോ? വിശ്വസിക്കുന്നവന് സകലതും കഴിയും. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ചോറ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഒന്ന് കൈ ഉയർത്തി പിടിച്ചോണ്ട് പറ, വിശ്വസിക്കുന്നവന്. ധന്യനായ പൗലോസ്ലീഹ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഒരു കാര്യം എടുത്തുദ്ധരിച്ചു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, വിശ്വസിക്കുന്നവന് രോഗസൗഖ്യം പ്രാപിക്കുന്നത് വിശ്വസിക്കുമ്പോഴാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവരകലെ നിന്നുകൊണ്ട്, യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു. യേശു അവരെ സൗഖ്യമാക്കിയെന്നല്ല എഴുതിയേക്കുന്നേ. യേശു പറയാം, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്ക. സൗഖ്യമാക്കി വിട്ടെന്നല്ല, അവർ പോകയിൽ സൗഖ്യമായി. ആണോ? വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് എടുത്തപ്പോൾ അവർ സൗഖ്യമായി. ഒരാമയും വരുന്നില്ല. ഇന്ന് നീ വിശ്വസിക്കണം. ഇന്ന് വചനം കേട്ടു പോകയിൽ എനിക്ക് സൗഖ്യം വ്യാപരിക്കും. വചനം കേട്ടു മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരാമയും പറഞ്ഞാട്ട് അവർ പോകയിൽ. ലൂക്കോസ് 17:12 മുതൽ കിടപ്പുണ്ട്. അവർ പോകയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പോകയിൽ അവൻ ശുദ്ധരായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ഹല്ലേലൂയ, വിശ്വസിക്കണം. ഇനി നിങ്ങൾ നോക്കിക്കേ, 4 പേര് ഒരു പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വന്നു. യേശുവിന്റെ മുമ്പിൽ അവനെ ഇറക്കി വെച്ചു. യേശു അവനോട് പറഞ്ഞു, കേൾക്കണോ, നിന്റെ കിടക്ക എടുത്ത് നടക്ക. സൗഖ്യമാകാനല്ല പറഞ്ഞ, നിന്റെ കിടക്ക
അന്നേരം അവൻ രോഗിയാ. എപ്പോൾ അവൻ കിടക്കി എടുക്കാൻ സ്റ്റെപ്പ് എടുത്തോ ആ നിമിഷം അവൻ സൗഖ്യമായി. വിശ്വസിക്കുന്നവൻ ഒരു സ്റ്റെപ്പ് എടുക്കണം. രാത്രി മുഴുവൻ മീൻ പിടിച്ചു, ഒന്നിനെ പോലും കിട്ടിയില്ല. എന്നാൽ നിന്റെ വാക്കിന് ഞാൻ ഒരിക്കൽ കൂടെ വലയിറക്കുക. ഗ്ലോറി. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, എനിക്കെന്തോ ഒരു ഭയങ്കര ആത്മാവിൽ ബോധ്യപ്പെടുന്നു, ആരൊക്കെയോ ഒരു അത്ഭുതം കാണാൻ പോവുക. നിന്റെ ശൂന്യതയുടെ വിഷയത്തിനൊരു അത്ഭുതം. നിന്റെ തോളിൽ തട്ടൊണിക്കൊണ്ട് ദൈവം സംസാരിക്കുക, ഒരു അത്ഭുതം നടക്കാൻ പോവാ. നിന്റെ സന്തതിയുടെ വിഷയത്തിനൊരു അത്ഭുതം നടക്കാൻ പോവാ. നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിനൊരു അത്ഭുതം നടക്കാൻ പോവാ.